നമസ്കാരം, ലൈഫിലേക്ക് സ്വാഗതം. ടൈറ്റാൻ ദുരന്തം അങ്ങനെ പെട്ടെന്നൊന്നും നമ്മളിൽ നിന്ന് വിട്ടുപോകുകയില്ല, അതങ്ങനെ മാറുകയുമില്ല. ഇപ്പോഴിതാ ആ ഒരു ദുരന്തം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു വൻ ദുരന്തം ആകാമായിരുന്ന ഒരു യാത്രയുടെ ഓർമ്മകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വിശപ്പകറ്റാൻ ചെറുമീനുകളെയും സ്രാവുകളെയും വരെ പിടിച്ച് പച്ചയ്ക്ക് തിന്ന് ദാഹം തീർക്കാൻ കടലാമയുടെ കഴുത്തറുത്ത് ചോര കുടിച്ച് 111 ദിവസം നടുകടലിൽ ചെറിയൊരു റബ്ബർ കുട്ടയിൽ മരണത്തോട് പൊരുതി നിന്ന 31കാരി. നാവിക ചരിത്രത്തിൽ സമാനതകളില്ലാത്തതെങ്കിലും ചരിത്രം മറന്നുപോയ ആ അതിജീവനത്തിന് ഈ ജൂൺ 30 50 വയസ്സ് തികയുകയാണ്. 1973 ജൂൺ 30 വൈകിട്ട് 4 മണി നേരത്ത് ഇക്വഡോർ തീരത്ത് നിന്ന് 1000-ലേറെ കിലോമീറ്റർ അകലെ പസഫിക് സമുദ്രത്തിൽ കപ്പലുകൾ പോലും അധികം സഞ്ചരിക്കാറില്ലാത്ത ഏതോ നിഗൂഢ ജലപാതയിൽ വഴിതെറ്റിയെന്നോണം വന്നുപെട്ടൊരു കൊറിയൻ മീൻപിടുത്ത ബോട്ടിലെ ക്യാപ്റ്റനാണ് അത്ഭുതപ്പെടുത്തുന്ന ആ കാഴ്ച ബൈനോക്കുലറിലൂടെ കണ്ടത്. വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന ഒരു കൊച്ചു റബ്ബർ ബോട്ട്, അതിനോട് ചേർത്തു കെട്ടിയ ഒരു കുഞ്ഞൻ റബ്ബർ ചങ്ങാടം, അതിനകത്ത് 2 വിചിത്ര ജീവികൾ. ഏതോ കാലത്ത് മനുഷ്യരായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന 2 പേർ. മെലിഞ്ഞുണങ്ങി വിളറി നനഞ്ഞ് ചൂളിപ്പോയ 2 ഉടലുകൾ. അതിലൊരാൾ ഒരു പാത്രം കൊണ്ട് ഈ റഫ്റ്റിനകത്ത് നിന്ന് വെള്ളം കോരി പുറത്തേക്ക് കടലിലേക്ക് ഒഴിച്ചു കളയുന്നുണ്ട്. അവരുടെ ഓരോ ചലനവും ആ ജീവന്റെ അവസാന ചലനമാണെന്ന് തന്നെ തോന്നും. ഇപ്പോൾ അവർ ബോട്ടിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഇപ്പോൾ അവർ ബോട്ട് കാണുന്നുമുണ്ട്. ദുർബലമായ ശബ്ദങ്ങളിൽ അവൾ ബോട്ടിനെ നോക്കി എന്തോ വിളിച്ചു പറയുന്നുണ്ട്. ബോട്ട് അതിനകം അവരെ കടന്നു പോയിരുന്നു. ഏതാനും മിനിറ്റ് കഴിഞ്ഞ് ബോട്ട് മടങ്ങി റഫ്റ്റിനടുത്തേക്ക് വന്നു, അതിനോട് ചേർത്ത് നിർത്തി. കയർഗോവണിയിലൂടെ ആ വിചിത്ര ജീവികളെ ബോട്ടിനകത്തേക്ക് കയറ്റി. അതൊരു സ്ത്രീയും ഒരു പുരുഷനുമായിരുന്നു. മെർലിൻ, നോക്കൂ, നമ്മൾ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പുരുഷരൂപം സ്ത്രീരൂപത്തോട് പറഞ്ഞത്. ഇംഗ്ലണ്ടിലെ സതാംപ്ടൺ തുറമുഖത്ത് നിന്ന് 1972 ജൂണിലാണ് അവർ സമുദ്ര സഞ്ചാരം തുടങ്ങിയത്. മോറിസ് ബെയിലും മെർലിൻ ബെയിനും ഒരു അച്ചടിശാലയിലെ കമ്പോസ്റ്റിനായിരുന്നു മോറിസ്. മെർലിൻ നികുതി വകുപ്പിൽ ക്ലർക്കാണ്. 1963 അവർ വിവാഹിതരായത്. ഭൂമിയിൽ മറ്റൊരു മനുഷ്യനോടും സൗഹൃദമില്ലാത്ത, അന്തർമുഖമായ, ഒരുപാട് അപകർഷതാ ബോധമുള്ള, ഏകാന്തത ഇഷ്ടപ്പെടുന്ന യുവാവായിരുന്നു മോറിസ്. മെർലിൻ നേരെ മറിച്ചാണ്. ജീവിതം ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന, ആനന്ദങ്ങളെ ആഗ്രഹിക്കുന്ന ആൾ. ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടാനോ പരസ്പരം ഇഷ്ടപ്പെടാനോ ഒരു സാധ്യതയുമില്ലാത്ത 2 പേർ. എന്നിട്ടും അവർ കണ്ടുമുട്ടി, ഇഷ്ടപ്പെട്ടു, ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. പ്രകൃതി സ്നേഹികളായിരുന്നു 2 പേരും. മരങ്ങളെയും മലകളെയും പുഴകളെയും ജീവജാലങ്ങളെയും എല്ലാം അവർ സ്നേഹിച്ചു. ചെറിയ ശമ്പളം കൊണ്ട് ചെറിയ ജീവിതം ജീവിച്ചു. ചെറിയൊരു വീട് വാങ്ങി. ഒഴിവുനാളുകളിൽ കുറഞ്ഞ ചെലവിൽ യാത്രകൾ പുറപ്പെട്ടു. മലകൾ കയറി, കായലുകളിലൂടെ സവാരി നടത്തി. കായലിലൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിന് സ്വന്തമായി ബോട്ട് വേണം, അതിന് പണം വേണം. വേണ്ട, ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകാമെന്നവർ തീരുമാനിക്കുകയായിരുന്നു. ഒരു നാൾ മെർലിനാണ് പറഞ്ഞത്, നമുക്ക് ഈ വീട് വിൽക്കാം, ആ കാശ് കൊണ്ട് ബോട്ട് വാങ്ങാം, ഇനിയുള്ള കാലം ആ ബോട്ടിൽ ജീവിക്കാം. ആദ്യം എതിർത്തെങ്കിലും മോറിസിന് വഴങ്ങേണ്ടി വന്നു. പുതിയൊന്ന് വാങ്ങാൻ പണം തികയില്ല, പറഞ്ഞു പണിയിക്കണം. തുറമുഖ നഗരമായ പ്ലിമത്തിൽ പോയി ബോട്ടിന് ഓർഡർ കൊടുത്തു. 10 മീറ്റർ നീളവും അതിനൊത്ത വീതിയുമുള്ള ഒന്ന്. 4 കൊല്ലം എടുത്തു ബോട്ടിന്റെ പണി പൂർത്തിയാക്കാൻ. മുഴുവൻ പണം ഒപ്പിക്കാനും അത്രയും സമയം വേണ്ടി വന്നിരുന്നു. അക്കാലത്തിനിടെ അവർ കടൽ യാത്രയെക്കുറിച്ച് കിട്ടാവുന്നതെല്ലാം വായിച്ചു, എന്തൊക്കെ കരുതലെടുക്കണമെന്ന് പഠിച്ചു. ഒഴിവ് ദിവസങ്ങളിൽ ബെയ്ലി ദമ്പതികൾ പ്ലീമത്തിൽ പോയി പണി നോക്കി കാണും. മോറിസിന്റെയും മെർലിന്റെയും പേരുകൾ ചേർത്ത് ഓർലിൻ എന്ന ബോട്ടിന് പേരുകിടുകയും ചെയ്തു. 72 ജൂണിൽ സ്റ്റാംപ്ടണിൽ നിന്ന് പുറപ്പെടുമ്പോൾ ന്യൂസിലാൻഡ് ആയിരുന്നു അന്തിമ ലക്ഷ്യം. ഇംഗ്ലണ്ടിലേക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് തീരുമാനിച്ചിരുന്നു. സ്പെയിനിലും പോർച്ചുഗലിലും കനറി ദ്വീപുകളിലും നിർത്തി വിശ്രമിച്ച ശേഷം അറ്റ്ലാന്റിക് സമുദ്രം താണ്ടി അമേരിക്കൻ വൻകരയിലേക്ക് എത്തി. അവിടെ നിന്നും കരീബൻ ദ്വീപുകൾ കടന്ന് പനാമയിൽ, പനാമ കനാൽ കടന്ന് പസഫിക് സമുദ്രത്തിൽ. എന്തായാലും ഇത്തരത്തിൽ പിന്നീട് അങ്ങോട്ട് അവർ ഭക്ഷണത്തിന് വേണ്ടി അലയുകയും ആമയുടെ കഴുത്തറുത്ത് രക്തം ദാഹത്തിനായി കുടിക്കുകയും മീൻ പിടിച്ച് കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുമാത്രമല്ല, ഇവരുടെ ആ ഒരു ഇതിൽ പറയുന്നത്, ആ ഒരു യാത്രാ വിവരണത്തിൽ പറയുന്നത്, ഞങ്ങൾക്ക് ഭക്ഷണമാകാൻ കടൽ ജീവികൾ വരിയായി നിന്നു നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഈ ടൈറ്റാൻ ദുരന്തം നമ്മെ പല തരത്തിലുള്ള വാർത്തകളിലേക്ക്, പലതരത്തിലുള്ള കടൽ യാത്രകളെ കുറിച്ചുള്ള അറിവ് തേടി പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ അറിവ് തേടി പോകുമ്പോൾ കണ്ടൊരു മനോഹരമായ യാത്രാ വിവരമാണ് ഇത്.